ആനുകാലികം 2025 പാർട്ട് 44. 72ാമത് അതായത് 2025 മിസ് വേൾഡ് കിരീടം നേടിയത് ഒപൽ സുജാത ചോങ്സി. തായ്ലൻഡ് സ്വദേശിനിയായ ഒപൽ സുജാത ചോങ്സിയാണ് 2025 മിസ് വേൾഡ് കിരീടം നേടിയത്. മിസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യ തായ്ലൻഡുകാരിയാണ് ഒപൽ സുജാത ചോങ്സി. 2025 72ാമത് മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് നന്ദിനി ഗുപ്തയാണ്. ഇതിന്റെ വേദി എന്ന് പറയുന്നത് തെലങ്കാനയിലെ ഹൈദരാബാദാണ്. റണ്ണറപ്പ് ആയത് ഹസറ്റ് ഡെർജി ഫസ്റ്റ്. അപ്പോൾ 2025 72ാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ഒപൽ സുജാത ചോങ്സി. തായ്ലൻഡ് സ്വദേശിനിയാണ്. മിസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യ തായ്ലൻഡുകാരിയാണ് ഒപൽ സുജാത ചോങ്സി. ഇതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് നന്ദിനി ഗുപ്തയാണ്. വേദി എന്ന് പറയുന്നത് തെലങ്കാനയിലെ ഹൈദരാബാദാണ്. മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുധാ റെഡ്ഡി. പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന പദ്ധതി ജീവൻ. തിരുവനന്തപുരം SIT ആശുപത്രിയിലാണ് ജീവൻ പദ്ധതി ആരംഭിച്ചത്. 2025 G7 ഉച്ചകോടി വേദി കനാനാസ്കിസ്, ആൽബർട്ട, കാനഡ. 2025 ബ്രിക്സ് ഉച്ചകോടി വേദി റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 G7 വേദി എന്ന് പറയുന്നത് കനാനാസ്കിസ് ആണ്. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ച ജില്ല തിരുവനന്തപുരം. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ പോർട്ടാണ് കൊല്ലം. രാജ്യത്ത് ആദ്യമായി തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ധാരാഷിക്. കാലാവസ്ഥാ സാഹചര്യങ്ങൾ പ്രവചിക്കുന്നതിനുള്ള AI മോഡലായ അറോറ അവതരിപ്പിച്ചത് മൈക്രോസോഫ്റ്റ്. 2025 മാധവിക്കുട്ടി പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനും 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനുമാണ്. ചെൽസി പുഷ്പ പ്രദർശനം നടക്കുന്ന രാജ്യം ഇംഗ്ലണ്ട്.